എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. അതിന് ഞാൻ സവാള ഒരു 5 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 5 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ടു, അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വെള്ളമുളകാണ്, അതിന് എരിവ് കൊള്ളാണ്, അതുകൊണ്ട് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരട്ടെ. ഇനി അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത് ഞാൻ ഇറച്ചിയിൽ പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരട്ടെ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും പിന്നെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ, ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. നന്നായി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഒരു 4 പഴുത്ത തക്കാളി, അത്ര വലിയതല്ല, ഇടത്തരാണ്, അത് അരച്ച് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊടികളൊക്കെ പച്ചമണം മാറി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, 4 മീഡിയം തക്കാളിയാണ്, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ ചേർന്ന് ഇത് പേസ്റ്റായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ, കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, എല്ലാം ഇട്ടിട്ട് തൈര്, ചെറുനാരങ്ങ നീര് ഒക്കെ ഇട്ട് പരട്ടി വെച്ച് 1 മണിക്കൂർ ആയതാണ്. ഇത് ചിക്കൻ 1 കിലോ, കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ഉപ്പ്, 2 ടീസ്പൂൺ തൈര് ഒക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. 1 മണിക്കൂർ ആയി. അപ്പോൾ തക്കാളിയൊക്കെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാ മസാലകളും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറുനാരങ്ങ നീര്, എല്ലാം ഉപ്പ് ഒക്കെ ഇട്ട് പരട്ടി വെച്ച, കുരുമുളകും പൊടിയൊക്കെ പരട്ടി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഇറച്ചി പരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലാക്കി തന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് മീഡിയത്തിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇറച്ചിയിലത്തെ വെള്ളം ഒക്കെ പിന്നെ നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പിടിയാണ് ഉണ്ടാക്കണത്. കണ്ട, നല്ല ചിക്കൻ കറി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ലേശം ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്, എന്താ വെച്ചാൽ പിടിയുടെ കൂടെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഉപ്പൊക്കെ നമുക്ക് നോക്കാം.
ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.